നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ശരവണ ഇത്? അമ്മ അവര് ഉങ്ക അപ്പ പാവായിരുന്നമ്മ. അവര് പോക വേണ്ടി നിന്ന മാതിരി അല്ലമ്മ. നമുക്ക് ശരിയാക്കാം, പക്ഷേ അതിനു മുമ്പ് നമ്മൾ തമ്മിൽ കാണണം. പണത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് വേണം, അതല്ലേ? അത് ഞാൻ ചെയ്തോളാം. എങ്കില് നിങ്ങൾ പറഞ്ഞ കാര്യം ഞാനും ചെയ്യും. താങ്ക്സ്. ഹരി, നിനക്കുള്ള പണി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു മോനെ. ഇതല്ല, ഇതിനപ്പുറം വേണമെങ്കിൽ ഞാൻ ചെയ്യും. നീ കണ്ടോ? നിന്നെ വീണേം തമ്മിൽ അകറ്റി നിന്റെ കൂടെ ഞാൻ ജീവിക്കും. സുജാതാന്റി എപ്പോഴും പറയും പോലെ എന്തോ വലിയ ദോഷമുണ്ടാ കുടുംബത്തിന്. എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? അവനെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ ചേച്ചി. പിടിച്ചിരുന്നെങ്കിൽ ഇന്നത്തോടെ ജ്യോതിയുടെ ഭയം മാറി കിട്ടിയേനെ. മനു, വീട്ടിൽ കയറി വരാൻ ധൈര്യം കാണിച്ചെങ്കിൽ എന്തിനും കരുതിക്കുട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരുത്തനവൻ. ജ്യോതിയെ ശ്രദ്ധിക്കണമെന്ന് ഞാനിവിടെ എല്ലാവരോടും പറയും. അതുപോലെ നിന്റെ ഒരു ശ്രദ്ധ ഉണ്ടാവണം. ഒരു കാര്യം നീ ഓർത്തോ, അനുഭവിക്കുന്നത് ജ്യോതിയാണെങ്കിലും അതിന്റെ കാരണം നീയാ. നീ ഇതപ്പോ വന്നു? അത് ഞാൻ കുറച്ചു നേരമായി വന്നപ്പോ നിങ്ങളെ ആരെയും കണ്ടില്ല. നീ തൃശ്ശൂര് പോവാണെന്നല്ലേ പറഞ്ഞു? അതെ, ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാണല്ലോ. പക്ഷേ പെട്ടെന്ന് പോക്ക് അങ്ങ് ക്യാൻസലാക്കി. എന്താ നിന്റെ കയ്യില്? എന്ത് അപകടം ഇത്? ആരെങ്കിലും കടിച്ചതാണോ? കടിക്കാനോ? ഞാൻ KSRTC സ്റ്റാൻഡിൽ ചെന്നപ്പോ അവിടെ ഒരു തുരുമ്പ് പിടിച്ച ഗേറ്റില് അറിയാതെ കൈവച്ചു പോയി. അങ്ങനെ പറ്റിയതാ. ഞാൻ ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴുകി. അല്ല, യാത്ര മുടങ്ങേണ്ടിയാണോ നിനക്ക് ഇത്ര ടെൻഷനൊക്കെ? അത് എന്ത് ടെൻഷൻ? അല്ലെങ്കിലും അത് കാര്യമുള്ള യാത്രയൊന്നുമല്ലല്ലോ. നിനക്കറിഞ്ഞൂടെ? ആ, അല്ല, നിങ്ങളവിടെ പോയിരുന്നു? ഞങ്ങളൊരു കള്ളനെ പിടിക്കാൻ പോയതാ. വലിയൊരു കള്ളൻ. ശരി, നീ പോയി റെസ്റ്റ് എടുക്ക. നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. ജ്യോതിയുടെ അടുത്ത് നമ്മൾ കണ്ട ആളിന്റെ ശരീര ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് വിഷ്ണു ആണോന്ന് എനിക്ക് സംശയമുണ്ട്. സംശയമല്ല, സത്യമാണ്. നീയും ജ്യോതിയും തമ്മിലുള്ള ഫോട്ടോ പുറത്തു പോയിന്ന് പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അവനെ സംശയിക്കുന്നത്. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ നിങ്ങളുടെ ഫോൺ പരിശോധിച്ചത്, അല്ലാതെ നിന്നെ സംശയിച്ചിട്ടല്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ വേറൊരാൾ നിന്നത് ഞങ്ങൾ കണ്ടില്ല. വന്നു എന്ന് പറഞ്ഞത് ഇവനാ. ജ്യോതിയോട് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണ്. അവളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ അത് നിന്റെ കൂട്ടുകാരിൽ ഒരാൾ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. വേറൊരു കാര്യം കൂടി ഉണ്ട് ചേച്ചി. ജ്യോതിയോട് അവന് ഇഷ്ടമുണ്ടായിരുന്നു. അവൻ എന്നോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോഴാണോടാ പറയുന്നത്? അവൻ അങ്ങനൊന്നും ചെയ്യില്ലെന്നാണ് ഞാൻ കരുതിയത്. ജ്യോതി അവൻ ആക്രമിക്കാൻ തെരഞ്ഞെടുത്തത് അവിടെ ആരുമില്ലാത്ത സമയം, അതുപോലും കൃത്യമായിട്ട് അറിഞ്ഞിട്ട്. മനു, വിഷ്ണുവിനെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നൊന്നുമില്ല. പക്ഷെ ഇനി നമ്മുടെ ശ്രദ്ധ അവനിൽ മാത്രമായിരിക്കണം. കൂടെ നിന്ന് ചതിച്ചതാണെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടില്ല ചേച്ചി. തല്ലും ബഹളം അല്ല, ജ്യോതിയുടെ സേഫ്റ്റിയാ നോക്കേണ്ടത്.
ശരവണ ശരവണ എന്താ ശരവണ ഇത്? அம்மா அவரு உங்க அப்பா அப்பாவாயிருந்தம்மா. அவரு போக வேண்டியது இந்த மாதிரி அல்லம்மா. സാരമില്ല ശരവണ. അച്ഛൻ ദൂരേക്കൊന്നും പോയിട്ടില്ലല്ലോ. അച്ഛൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. അച്ഛൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും. அம்மா எனக்கு அம்மாவோட ஒரு காரியம் പറയാനുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.